നമസ്കാരം. ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്സിലെ കൺക്ലൂഡിംഗ് പാർട്ടാണ്. നേരത്തെയുള്ള 2-3 ക്ലാസ്സിലായിട്ട് ആദ്യം ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു, പിന്നെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എങ്ങനെ ആണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നും സാർ വിവരിച്ചു. ഇനി എങ്ങനെയാണ് ഒരു ക്ഷേത്രം ക്ഷേത്രമായി തീരുന്നത് എന്ന് സാർ വിവരിക്കുകയാണ്. ഭാഗ്യത്തിന് ആ ചിത്രീകരണം ചെയ്യുന്ന സമയത്ത് തന്നെ കേരളത്തിൻ്റെ അവിടെ എവിടെയായിട്ട് സോമയാഗങ്ങളും ഒക്കെ ഒത്തിരി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും സാറിൻ്റെ കൂട്ടത്തിൽ പോയി അവയെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കാനും പറ്റി. അതുകൊണ്ട് സാറ് വിവരിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം അതിനോടൊപ്പം എഡിറ്റ് ചെയ്ത് ചേർക്കാനും സാധിച്ചു. അതുകൂടാതെ സാറിൻ്റെ പ്രഭാഷണങ്ങൾ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിലും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും മറ്റും ഉണ്ടാകുമ്പോൾ ഒപ്പം പോകുന്ന ഞങ്ങൾ ആ ലക്ഷണമൊത്ത ക്ഷേത്രങ്ങളായതുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങൾ കൂടി എടുത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രാലാപന സമയത്ത് അതിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മന്ത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മന്ത്രങ്ങളെല്ലാം കോപ്പിറൈറ്റ് കൊണ്ട് അത് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സാറിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം. മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താണ് ക്ഷേത്രം? ക്ഷയാത്തായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതേതാണോ അത് ക്ഷേത്രം. ആ നാശമേതാണ്? മനുഷ്യന്റെ സർവജീവജാലങ്ങളുടെയും ചൈതന്യം എപ്പോഴാണോ അറ്റുപോകുന്നത് അതാണ് നാശമെന്ന് പറയുന്നത്. ക്ഷേത്രത്തിനകത്ത് പ്രകൃതിയുടെ എൻവയോൺമെന്റൽ സിസ്റ്റത്തിന്റെ, എക്കോ ഫ്രണ്ട്ലി സിസ്റ്റത്തിന്റെ സമഗ്രമായ ഒരു ചൈതന്യമാണ് ക്ഷേത്രത്തിനകത്തുള്ളത്. അതുകൊണ്ട് ഒരു യാഗശാല, ഒരു യജ്ഞശാലയായിട്ടാണ് ഭാരതത്തിൽ ക്ഷേത്രത്തെ കാണുന്നത്. ഒരു യാഗശാല, ഒരു യജ്ഞശാലയായിട്ടാണ് ഭാരതത്തിൽ ക്ഷേത്രത്തെ കാണുന്നത്. ആ യജ്ഞശാലയുടെ തുടക്കം, ബിഗിനിങ് പോയിന്റ് കൊടിമരമാണ്. ബിഗിനിങ് പോയിന്റ് കൊടിമരം വരാൻ കാരണം യാഗശാലയുടെ തുടക്കം എന്ന് പറയുന്നത് യൂപം എന്ന് പറയുന്ന കൊടിമരമാണ്. ആ കൊടിമരത്തിന് അകത്തേക്ക് കയറിയാൽ ബലിക്കല്ല് കാണാൻ സാധിക്കും. യാഗശാലയില് അഗ്നീദ്രം എന്ന് പറയുന്ന സ്ഥലം, അതിന്റെ അകത്തേക്ക് കയറി 2 സൈഡിലും നോക്കിയാൽ 2 വലിയമ്പലങ്ങളുണ്ട്. അവിടെയാണ് മൃത്യുഞ്ജയ ഹോമം നടക്കുന്നത്, അവിടെയാണ് സുദർശന ഹോമം നടത്തുക, അവിടെയാണ് ഗണപതി ഹോമം നടത്തുക, അവിടെയാണ് തന്ത്രിമാര് അവരവരുടെ ജപ കർമാദികള്, സന്ധ്യാവന്ദനം എല്ലാം നടത്തുക. ആരെങ്കിലും പുറത്തു നിന്ന് വന്നാൽ അവർക്ക് നാമം ജപിക്കാനും വലിയമ്പലത്തിലാണ് സ്ഥലം. അതുകൊണ്ട് അതിനെ ഹവിർദാനം എന്ന് പറയുന്നു. യാഗശാലയില്, ക്ഷേത്രത്തിലും വലിയമ്പലം എന്ന് പറയുന്നു. അതിന്റെ അകത്തേക്ക് കയറിയാൽ മണ്ഡപം കാണാൻ സാധിക്കും. ആ മണ്ഡപത്തിലാണ് യാഗശാലയില് സാമവേദം ആലപിക്കുന്ന തന്ത്രിമാര്, അതുപോലെ അവിടത്തെ പൂജാരികള്, യജ്ഞത്തിലെ ഋത്വിക്കുകൾ എന്ന് പറയാറുണ്ട്. ഋക്കുകൾ അറിയാവുന്നവര്, വേദമന്ത്രം അറിയാവുന്നവര്, ആ വേദമന്ത്രം അറിയാവുന്നവര് ക്ഷേത്രത്തില് മണ്ഡപത്തിലിരുന്ന് വേദമന്ത്രം ചൊല്ലണം. എന്തിനാ വേദമന്ത്രം ചൊല്ലുന്നത്? ആ ക്ഷേത്രത്തിനകത്ത് അത്യന്താധുനിക ഊർജതന്ത്രം പറയുന്ന സൗണ്ട് എനർജി, ആ സൗണ്ട് എനർജി കൊണ്ട് നിറയ്ക്കണം. മനുഷ്യ ശരീരത്തിന്, കർണത്തിന്, ചെവിക്ക് സ്വീകരിക്കാൻ പറ്റിയ വിധത്തിൽ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തുമുള്ള ശബ്ദമാണ് ഭാരതീയര് സംഗീത രീതിയില് സംഗീതവാദ്യങ്ങളായി അഷ്ടപതിയായി
കർണാട്ടിക് മ്യൂസിക്കായി ക്ഷേത്രത്തിൽ ആലപിക്കണമെന്ന് പറയാറുള്ളത് അതിനേറ്റവും യോജിക്കുന്ന തരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് വേദമന്ത്രങ്ങള്. ആ ശബ്ദത്തിന്റെ വൈബ്രേഷൻ അൾട്രാ റിസപ്റ്റീവ് സെൻസറി ഓർഗൻസിനെ എക്സൈറ്റ് ചെയ്യുന്ന സൗണ്ട് എനർജിയിലൂടെ ആ ക്ഷേത്രാന്തരീക്ഷത്തെ നിറയ്ക്കാൻ വേണ്ടിയാണ് മണ്ഡപത്തിൽ വേദമന്ത്രം ചൊല്ലുന്നത്. ആ മണ്ഡപം കഴിഞ്ഞകത്തേക്ക് പോയാൽ ശ്രീകോവിലുണ്ട്. ലോകത്തിലെ ഭാരതത്തിലെ ഏത് ക്ഷേത്രവും ശ്രീകോവില് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കണം. കാരണം 5000 വർഷങ്ങളായി ഭാരതത്തിൽ നടത്തുന്ന എല്ലാ യജ്ഞങ്ങളുടെയും യാഗാഗ്നികുണ്ഡം എന്ന് പറയുന്നത് സ്ക്വയറോ അതല്ലെങ്കിൽ സർക്കിളോ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ആ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയറാണ് ശ്രീകോവിലായിട്ട് നാം പ്രതിഷ്ഠിക്കുന്നത്. അതിനകത്ത് പ്രപഞ്ചത്തിന്റെ അംശമായ ബിംബത്തെ ജീവചൈതന്യത്തിന്റെ അംശം കൊടുത്ത് അകത്ത് പ്രതിഷ്ഠിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ യാഗാഗ്നിശാലയില് യാഗം നടത്തുന്ന യാഗാഗ്നികുണ്ഡത്തില് നടുക്ക് എരിഞ്ഞു മുകളിലേക്ക് വരുന്ന അഗ്നി പോലെ ഊർജത്തിന്റെ സ്രോതസ്, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുടെയും സ്രോതസ്സായിട്ട് ആ ബിംബത്തെ നാം പ്രതിഷ്ഠിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്! പ്രപഞ്ചത്തിന്റെ ഭാഗമായ ശില പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത് യാഗാഗ്നിശാലയ്ക്ക് തുല്യമാക്കിക്കൊണ്ട് യജ്ഞസ്ഥലം നടത്തിയിട്ട് ആ ഉജ്ജ്വലമായ യാഗാഗ്നി ജ്വാലയിലേക്ക് കമ്പയർ ചെയ്തു കൊണ്ടുവരാൻ ഭാരതീയർക്ക് സാധിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആരും തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കാറില്ല. അവിടെ വന്ന് നാം നടത്താറുള്ളതെന്താ? ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് ഒരു 11 സെക്കൻഡ് നിങ്ങൾ നിന്നാൽ തിയറട്ടിക്കൽ ഫിസിക്സ്, ഊർജതന്ത്രം പറയുന്ന എനർജി ട്രാൻസ്ഫറാണ് അവിടെ നടക്കുന്നത്. ആ ബിംബത്തിനകത്ത് നിറച്ചും എനർജിയുണ്ട്. അതെങ്ങനെയാ വിശ്വസിക്കുക? കാവ്യവസ്ത്രമുടുത്ത പൂജാരി പൂജിച്ചത് കൊണ്ടാണോ? അല്ല. ഊണൂലിട്ട ബ്രാഹ്മണൻ പൂജിച്ചത് കൊണ്ടാണോ? മാത്രമല്ല, ബ്രാഹ്മണ്യത്തിലേക്കുയർന്ന ആര് പൂജിച്ചാലും അതിനകത്തേക്ക് എനർജി വരും. അതിന് കാരണമുണ്ട്. ശ്രീകോവിലിനകത്ത് നിറച്ചും വിളക്ക് വെച്ചിരിക്കുകയാണ്. വിളക്ക് എന്താണെന്ന് ചോദിക്കാൻ ഒരു ഫിസിക്സ് പ്രൊഫസറുടെ അടുത്ത് പോവണ്ട. ആ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം നടക്കുമ്പോൾ, നാദസ്വര മേളം നടക്കുമ്പോൾ, ശംഖ ഊതുമ്പോൾ, ഇടയ്ക്ക അടിക്കുമ്പോൾ അവിടെ മുഴുവനും സൗണ്ട് എനർജിയുടെ പ്രവാഹമാണ് ക്ഷേത്രാന്തരീക്ഷത്തിൽ നിറയുന്നത്. ഈ വിളക്കിന്റെ പ്രകാശം, കർപ്പൂരം കത്തുമ്പോഴുള്ള ജ്വാല, ചന്ദനത്തിരിയുടെ ജ്വാല, ഇത് മുഴുവനും തന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് എനർജി ശ്രീകോവിലിനകത്തേക്ക് കൊടുക്കുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങള്, സുഗന്ധമുള്ള ഇലകള്, ചന്ദനത്തിരി, ധൂപം, ഇവയിൽ നിന്ന് വരുന്ന ആ ദ്രവ്യം അല്ലെങ്കിൽ സുഗന്ധം, കെമിക്കൽ എനർജിയാണ് ശ്രീകോവിലിനകത്തും ക്ഷേത്രത്തിനകത്തും ഈ ഉജ്ജ്വലമായ കെമിക്കൽ എനർജി നിറയുന്നു. അപ്പൊ ഏതുതരം എനർജിയായി ക്ഷേത്രത്തില്? സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി പ്ലസ് സ്പിരിച്വൽ എനർജി, ഇതെല്ലാം അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ നാം ആ ബിംബത്തിന് യഥാർത്ഥത്തിൽ നിവേദിക്കാറുണ്ട്. ആ നിവേദ്യം പായസം മുഴുവനും ബിംബം തിന്നാറില്ല. ഒരു തരത്തിലും ബിംബത്തിന് അത്രയും ആവശ്യമില്ല. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥനയില് നാം നിവേദിക്കുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ടും നിവേദ്യം തട്ടി അതിന്റെ രസമാണ് നിവേദിക്കുന്നത് എന്ന് മന്ത്രത്തിൽ പറയാറുണ്ട്. അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വശത്കാര ത്വം വിഷ്ണു പുരുഷപ്പര
അമൃത ഉപസ്തരണം അസി എന്ന് പറഞ്ഞ് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം ധ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം നമഃ ശിവായ നമഃ സ്വാഹ. ഈ പഞ്ചപ്രാണനെ ബന്ധിപ്പിച്ച് നാം നിവേദിക്കുമ്പോൾ ആ നിവേദ്യം യഥാർത്ഥത്തിൽ അത് ഈശാവാസ്യ ഉപനിഷത്തിലെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത. റിപ്പീറ്റേഷൻ. തേന ത്യക്തേന ഭുഞ്ജീത. പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശത്തിന്റെ മുമ്പില് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഞാൻ പ്രസാദം കഴിക്കുന്നു. എത്ര ഉജ്ജ്വലമായ കൺസെപ്റ്റ് ആ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നു. അതാണ് നാം പ്രസാദമായി കൊടുക്കുക. ഇനി തിരിച്ചൊരു കോൺവേഴ്സ് തിയറം ഒന്ന് നോക്കുക. എന്താ കോൺവേഴ്സ് തിയറം? നിങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ അകത്തെ പ്രഭാപൂരിതമായ വിളക്ക്, പിച്ചള നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം പൂശിയ ശ്രീകോവില്, നിറമുള്ള പുഷ്പങ്ങള്, ജ്വാലകൾ വെട്ടിത്തിളങ്ങുന്ന വിളക്ക് നിങ്ങളുടെ കണ്ണിനെ, സെൻസറി ഓർഗനായ കണ്ണിനെ ഊർജം കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അതുപോലെ ആ ക്ഷേത്രത്തിനകത്തെ സംഗീതാത്മകമായ സർവശബ്ദ തരംഗങ്ങളും ക്ഷേത്രാന്തരീക്ഷത്തിൽ സൗണ്ട് എനർജി കൊണ്ട് നിറയ്ക്കുന്നത് മാതിരി നിങ്ങളുടെ ചെവിയെ ഉജ്ജ്വലമായി പ്രവർത്തനോന്മുഖമായ ചൈതന്യവത്താക്കുന്നു. അടുത്തത്, അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ പുഷ്പവും ചന്ദനത്തിരിയുടെ സുഗന്ധവും ക്ഷേത്രത്തിന്റെ മൊത്തത്തിൽ കാണുന്ന സുഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രമായ മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ചന്ദനം, കളവം, അതുപോലെ കുങ്കുമം, മറ്റു പ്രസാദം, ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ത്വക്ക് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തില് 90% പ്രസാദവും ഫ്രക്ടോസ് എന്ന ഷുഗർ അടങ്ങിയിരിക്കുന്നതാണ്. ഷുഗർ നാം കഴിച്ച് 7 മിനിറ്റ് കഴിയുമ്പോൾ ബോഡി അബ്സോർബ് ചെയ്ത് കഴിയും. ആ ഷുഗർ നാം ഏതിലൂടെയാണ് കഴിക്കുക? ഈശ്വരന് നിവേദിച്ച ഉണ്ണിയപ്പം, ഈശ്വരന് നിവേദിച്ച പായസം, ഈശ്വരന് നിവേദിച്ച ത്രിമധുരം, ഈശ്വരന് നിവേദിച്ച പഴങ്ങള്, ഏതും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് സ്വീറ്റാണ്. ആ സ്വീറ്റ് ആകാൻ കാരണം അത് ഏറ്റവും പെട്ടെന്ന് നാക്ക് എന്ന പഞ്ചേന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്തിനാ? പൂജാരി ആ ക്ഷേത്രബിംബത്തിന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന ആചാര്യൻ മാത്രം അദ്ദേഹത്തിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ബിംബത്തിലേക്ക് ചൈതന്യം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ മുമ്പിൽ വരുന്ന ഭക്തന് യഥാർത്ഥത്തിൽ ബിംബത്തിലെ ചൈതന്യം പരമാത്മ ചൈതന്യം, ആ പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ജീവാത്മ ചൈതന്യത്തിന്റെ റെപ്രസെന്റേറ്റീവാണ്. ആ പരമാത്മ ചൈതന്യത്തിന്റെ ഉയർന്ന ഊർജനിലയിൽ നിന്ന് ജീവാത്മ ചൈതന്യത്തിന്റെ ലോവർ ലെവലിലേക്ക് എനർജി ഉയർന്ന താപത്തിൽ നിന്ന് താഴ്ന്ന താപത്തിലേക്ക് ഊർജം പകരുന്നത് പോലെ പരമാത്മ ചൈതന്യത്തിന്റെ സിംബോളിക് റെപ്രസെന്റേഷനായ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവാത്മ ചൈതന്യം വസിച്ച മനുഷ്യനിലേക്ക് ഒരു സെക്കൻഡ് ജസ്റ്റ് ലൈക്ക് എ ലൈറ്റ്നിങ് എനർജി മാറുമ്പോഴാണ് ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ നിങ്ങൾ അറിയാതെ കണ്ണടച്ച് നിൽക്കുന്നത്. നിങ്ങൾ അറിഞ്ഞൂടാ ശ്രീകോവിലിന്റെ മുമ്പിൽ പോകുമ്പോൾ കണ്ണടയ്ക്കുന്നത്. എന്തിനാ കണ്ണടയ്ക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളെ അകത്തേക്കെടുത്ത് മനസ്സിനെ ബിംബത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അറിയാതെ ചെയ്യുന്നതാ. ആ പഞ്ചേന്ദ്രിയങ്ങളുടെ കോൺസെൻട്രേഷൻ, അതുകൊണ്ട് എനർജി നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ലൈക്ക് എ സ്പിരിച്വൽ എനർജി, ഇറ്റ് ഈസ് കോൾഡ് റിയൽ ബയോകെമിക്കൽ ആൻഡ് ഫിസിക്കൽ എനർജി ട്രാൻസ്ഫർ നടക്കും. അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്.
ഭാരതീയ ഊർജതന്ത്രവും ക്ഷേത്രവും എത്ര ഉജ്ജ്വലമായ കൺസെപ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ആ ചൈതന്യത്തെ മുമ്പിൽ വെക്കുമ്പോഴാണ് ക്ഷേത്രം